ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോർജ്. ഞാൻ തോമസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമണിൽ ഒരു പുതിയ റിസോർട്ടിലാണ്. ഇവിടെ ഒരു ഗാർഡൻ മെയിൻ്റനൻസിനായിട്ട് വന്നതാണ്. നേരത്തെ ഗ്രാസും കാര്യങ്ങളെല്ലാം പ്ലാന്റ് ചെയ്തിട്ട് പോയിരിക്കുന്ന സൈറ്റാണ്. ഇപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ കൊടുത്ത് ഗ്രാസും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സും എല്ലാം കുറച്ചുകൂടെ ഒന്ന് കെയർ കൊടുത്ത് ഇത്തിരി കൂടെ ഒന്ന് ലഷാക്കി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് സൈറ്റ് കാണാം. ഗ്രാസ് ലാൻഡ്സ് എല്ലാം അത്യാവശ്യം പാച്ചിയാണ്, അപ്പോൾ അതെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബുഷ് പ്ലാന്റ്സുകൾ തിക്കായിട്ടുള്ള ഭാഗത്തുനിന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഈ തിന്നായിട്ടുള്ള ഭാഗങ്ങൾ പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരെ കാണുന്ന ആ ഫെൻസിന് സൈഡിലായിട്ട് കുറച്ച് ബോർഡർ പ്ലാന്റ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രിയാഞ്ചസിന് കുറച്ച് ഫംഗൽ ഇഷ്യൂസൊക്കെ ഉണ്ട്, ട്രീറ്റ് ചെയ്ത് അതിനിടയിൽ ഓരോ പ്ലാന്റ്സും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ബുഷിയാക്കി പ്ലാന്റ് ചെയ്യുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെടികളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വാഗമണിലെ നമ്മുടെ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ ഈ വണ്ടിയിൽ തന്നെയുണ്ട്. ബാക്കി പ്ലാന്റ്സ് എല്ലാം ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നൊരു നല്ല മഴ ദിവസമാണെന്ന് തോന്നുന്നു, നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് സൈറ്റിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് പ്ലാന്റ്സ് എല്ലാം അൺലോഡ് ചെയ്തിരിക്കുന്നു. കലാത്തിയ ലൂട്ടിയുണ്ട്, സ്പാറ്റിഫൈലും ഉണ്ട്, സ്പൈഡർ ലില്ലി ഉണ്ട്, പിന്നെ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ അപ്പുറത്തും വെച്ചിട്ടുണ്ട്. നമ്മളിതെല്ലാം പ്ലാന്റ് ചെയ്യുന്നതെല്ലാം കാണാം. നമുക്ക് പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് സൈഡിലേക്ക് പോകാം. ഇതാണ് കേട്ടോ ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ. ഇത് നല്ലൊരു ആർക്കിടെക്ചറൽ ഡിസൈനിൽ തീർത്തിരിക്കുന്ന റിസോർട്ടാണ് കേട്ടോ. നല്ല ഭംഗി, നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ഈ സൈഡിൽ നിന്ന് താഴോട്ട് ഒരു വാലിയാണ്. ഇപ്പം നല്ല മഞ്ഞും കാര്യങ്ങളും, അതുകൊണ്ട് ഒന്നും ക്ലിയർ അല്ല. പക്ഷേ ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നപ്പോൾ നല്ല വാലിയായിരുന്നു. ഇതിപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡർ പ്ലാന്റ്സുകൾ കൊടുക്കുകയാണ്. സ്പൈഡർ ലില്ലിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്പൈഡർ ലില്ലി ആകുമ്പോൾ ലെസ് മെയിൻ്റനൻസിൽ ഏകദേശം ഈ ഒരു ഹൈറ്റ് വരെ സ്പൈഡർ ലില്ലി കയറി വരും. അപ്പം ഇതൊരു നാച്ചുറൽ ബയോ ഫെൻസായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പം നല്ല ഫ്ലവറും വൈറ്റ് ഫ്ലവറാണ് വരുന്നത്. അപ്പോൾ വൈറ്റ് ഫ്ലവറും ആ ഒരു ഗ്രീൻ ലീഫും കൂടെ വരുമ്പോഴത്തേക്കും ഈ ഒരു ടെക്സ്ചറായിട്ട് നല്ല ബ്ലണ്ടായിരിക്കും തോന്നുന്നു. അപ്പോൾ അതിങ്ങനെ ബോർഡറായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ സ്പൈഡർ ലില്ലിയുടെ കവറെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്ലാന്റ് ചെയ്യും. പ്ലാന്റ് ചെയ്യാൻ ഇപ്പോൾ ഓൾറെഡി എടുത്ത കുഴി കുറച്ച് ഡെപ്ത് കൂടുതലാണ്. അപ്പോൾ ഡെപ്ത് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ കവർ വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിപ്പോൾ ഡെപ്ത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് അടിയിൽ, എടുത്ത മണ്ണ് കുറച്ചൊന്നും തിരിച്ചിട്ടിട്ട്, കല്ലൊക്കെ ഉണ്ടെന്ന് എടുത്ത് മാറ്റണേ, ഇട്ടിട്ട് ചാണകപ്പൊടി ഉണ്ട്, അതുപോലെ തന്നെ എല്ലുപൊടിയും കൂടെ ഉണ്ട്, അത് നമുക്കിടാം. ഇതിങ്ങനെ വെക്കണം. വെച്ച്
ഇതാണ് എല്ലുപൊടി. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സ്ലോപ്പ് കൂടുതലായതുകൊണ്ട് ഗ്രാസ് സ്പ്രെഡ് ആയിട്ടില്ല. അപ്പം പാച്ചി ആയിട്ടാണ് ഈ ലാൻഡ് നിൽക്കുന്നത്. അപ്പോൾ ഇത് എത്ര നമ്മൾ വളം ചെയ്താലും ഇത് സ്പ്രെഡ് ആകത്തുമില്ല. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി ഈ ടെറൈൻ മൊത്തം മണ്ണ് ലൂസായി ഒഴുകി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എക്സ്ട്രാ മണ്ണിട്ട് അതിനെ ലെവൽ ചെയ്താലും വീണ്ടും മഴ പെയ്യുമ്പോൾ അത് ഒലിച്ചു പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെ നമ്മുടെ തൂമ്പായ്ക്ക് ചെത്തി ലെവൽ ചെയ്യണം. ചെത്തി ലെവൽ ചെയ്യുമ്പം ടൈറ്റ് മണ്ണ് നമുക്ക് കിട്ടും, ടൈറ്റ് ലെവലിൽ കിട്ടുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും റീപ്ലാന്റ് ചെയ്യണം. റീപ്ലാന്റ് ചെയ്ത് പിന്നീട് പ്രോപ്പർ ടൈമിൽ കട്ട് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ഈ ഭാഗങ്ങൾ നമുക്ക് ഫുള്ളി സ്പ്രെഡാക്കി നല്ല കുഷീൻ രീതിയിൽ തന്നെ ഗ്രാസ് ചെയ്ത് ഏറ്റെടുക്കാൻ പറ്റും. നമ്മൾ ഈ ഭാഗത്ത് അത് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് ഈ കാണുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ പാച്ചി ആയിട്ടുള്ള ഭാഗം നമ്മൾ ഈ തൂമ്പായ്ക്ക് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ടെറൈന് ടൈറ്റിൽ തന്നെ ലെവലിൽ കിട്ടും. ഇനി ഇതിൽ പ്ലാന്റ് ചെയ്യുമ്പം മഴ പെയ്താലും മണ്ണ് ലൂസായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ബോർഡർ പ്ലാന്റ്സ്, ഈ സൈഡിൽ കാണുന്ന ബോർഡർ പ്ലാന്റ്സ് ഉണ്ട്, ഈ പ്ലാന്റ്സ് എല്ലാ സ്ഥലത്തും തിക്കായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ചില ഭാഗത്ത് നല്ലപോലെ ഉണ്ട് ഇതിൻ്റെ ചോട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി ചോട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചോട് നമ്മൾ കുറച്ച് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പം ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിലെല്ലാം നമ്മളത് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്ന തൈകൾ സ്പ്രെഡ് ചെയ്ത് പ്ലാന്റ് ചെയ്ത് വിടുക. അപ്പോൾ എല്ലാ ഭാഗവും യൂണിഫോമായിട്ട് നമുക്ക് സ്പ്രെഡാക്കി കൊണ്ടുവരാം. പേൾ ഗ്രാസ് പ്ലാന്റ് ചെയ്തിരുന്നതാണ്, നമ്മളല്ല, നേരത്തെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേൾ ഗ്രാസ് എല്ലാം പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് വീഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ലാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാമെന്ന് കരുതിയത്. ഇതിപ്പം നമ്മൾ ഈ വീഡ്സ് പറിച്ചു മാറ്റുക. നമ്മൾ കൈക്ക് തന്നെ ഇങ്ങനെ വീഡ്സ് എല്ലാം ഓരോന്ന് പരമാവധി വേരോടുകൂടി തന്നെ പറിച്ചു മാറ്റി ഇതിനെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെ ആക്കിയിട്ട് നമ്മൾ മെഷീനിന് ട്രിം ചെയ്യും, കട്ട് ചെയ്യും. നല്ലപോലെ ഏറ്റവും ലോ ലെവലിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തിട്ട് ഫെർട്ടിലൈസിങ് ആണ് ചെയ്യുന്നത്. ഫെർട്ടിലൈസിങ് ചെയ്ത് അടുത്ത ഒരു 1 or 2 വീക്സിനുള്ളിൽ വീണ്ടും ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഇതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്ത് അതിൻ്റെ ഒരു അടുത്ത 2 വീക്സ് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഗ്രീനായിട്ട് നമുക്ക് ടേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് എന്താണെന്ന് വെച്ചാൽ പേൾ ഗ്രാസ് ആണ്, മെയിൻ്റനൻസ് ഫ്രീ ആണെന്നൊക്കെ അവകാശപ്പെടാൻ പറ്റുമെങ്കിൽ പോലും പ്രോപ്പറായിട്ട് ഉള്ള ഒരു കട്ടിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ലേബർ മെയിൻ്റനൻസ് ഇല്ലാതെയും നല്ല വൃത്തിയായിട്ടും ഗ്രാസ് ലാൻഡ്സ് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഇവിടെ ഹെലിക്കോണിയ വൈൽഡ് വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി നേരത്തെ ഹൈബ്രിഡാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ വൈൽഡ് വെക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാകുമ്പോൾ ഏകദേശം ഈ ഹൈറ്റിലെത്തും. അപ്പം നല്ല ലഷായിട്ട് ഫില്ലായിട്ട് വരും. അപ്പം ഈ ഒരു ഫ്രെയിം അപ്പുറത്ത് വേറൊരു പ്രോപ്പർട്ടി, അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രൈവസി ആവും. ഈ ഒരു ഫ്രെയിം കാണാൻ കുറച്ച് കഴിയുമ്പോൾ നല്ല ഗ്രീൻ ലഷായിട്ട് ഈ കലാത്തിയ വരും. അതുകൊണ്ടാണ് ഇത് വൈൽഡ് കലാത്തിയ നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത്. ഈ ഗ്യാപ്സ് എല്ലാം ഫില്ലായി വരും കേട്ടോ. നല്ല ലീഫായിട്ട് തന്നെ ഈ ഒരു ഫ്രെയിം കാണാൻ പറ്റും.
കുറച്ച് പ്ലാന്റ്സ് കൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വാഗമണിൽ തന്നെയുള്ള ഒരു നഴ്സറിയാണ്. ഹൈഡ്രേഞ്ചിയ പ്ലാന്റ്സുകൾ നോക്കിയാണ് വന്നത്. നമ്മൾ ഉദ്ദേശിച്ച പ്ലാന്റ്സ് കിട്ടി. ഹൈഡ്രേഞ്ചിയയുടെ വൈറ്റ് ഫ്ലവറും ബ്ലൂ ഫ്ലവറും ഉള്ള പ്ലാന്റ്സ് നമ്മൾ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ റോസിൻ്റെ 1-2 ക്രീപ്പർ ടൈപ്പ് വെറൈറ്റീസും കൂടെ പർച്ചേസ് ചെയ്തു. ഹൈഡ്രേഞ്ചിയ പ്ലാന്റ്സുകളെല്ലാം ഇതുപോലുള്ള ഹിൽ സ്റ്റേഷനുകളിൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു നിൽക്കാറുണ്ട്. നമ്മൾ സ്പാറ്റിഫൈലുമാണിത്. സ്പാറ്റിഫൈലും ഈ എൻട്രൻസിൽ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഷോ വാളാണ്. അപ്പം ആ വാളിനെ അധികം നമുക്ക് മറയ്ക്കാനും പറ്റത്തില്ല. അപ്പോൾ സ്പാറ്റിഫൈലും ഒക്കെ ആകുമ്പോൾ ഒരു 2 feet മാക്സിമം വരത്തുള്ളൂ. ഇത് ഔട്ട്ഡോറാണ് സ്പാറ്റിഫൈലിൻ്റെ. അപ്പോൾ ഇതിവിടെ നീളത്തിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വൈറ്റ് ഫ്ലവറും ഉണ്ടാവും, പിന്നെ നല്ല ഗ്രീൻ ലഷ് ആയിട്ടുള്ള ലീഫായിരിക്കും. ഇത് ഈ സൈസല്ല, അത്യാവശ്യം നല്ല സൈസിൽ വരും. അത്യാവശ്യം ഒരു 1 feet സൈസിൽ ഇതിൻ്റെ ലീഫ് വരും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ കൊടുക്കാം. എല്ലാ പ്ലാന്റ്സുകളും തന്നെ വേണ്ട രീതിയിൽ പ്ലാന്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. വീഡിയോസ് എടുത്ത് തന്ന ഔസേപ്പച്ചന് പ്രത്യേകം നന്ദി. ഞങ്ങളൊരു വ്യൂ പോയിൻ്റ് കണ്ടു. അവിടെ നിർത്തി കുറച്ച് മഞ്ഞും മഴയും കാറ്റും എല്ലാം ആസ്വദിച്ചു. അപ്പോൾ പുതിയ പ്രൊജക്ട്സിൻ്റെ വിശേഷങ്ങളുമായി പുതിയ ലൊക്കേഷനിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.